السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضوان الله ما بعد. ജീവിതകാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാലങ്ങളാണ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ തൻ്റെ സ്വന്തം കരിയർ ബിൽഡ് ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ രണ്ട് സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന മൂല്യമർപ്പിക്കുന്ന ഇസ്ലാമിനെ കൂടെ പിടിക്കാൻ കഴിയുകയാണെങ്കിൽ ജീവിതകാലത്ത് മുഴുവനും ഇസ്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നാൽ ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും ഇത് തന്നെയാണ്. നമുക്ക് ആദ്യം വിദ്യാഭ്യാസ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ജനങ്ങൾ വിദ്യാഭ്യാസം കൂടുതലുമായും മറ്റ് സ്റ്റേറ്റുകളിലേക്കും അല്ലെങ്കിൽ രാജ്യങ്ങൾ വിട്ട് തന്നെ വിദ്യാഭ്യസിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളിലേക്ക് ആദ്യം നാം നൽകേണ്ടത് ഒരു ആത്മവിശ്വാസമാണ്. എന്തെല്ലാം വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഇസ്ലാമിനെ ഏതെല്ലാം രീതിയിൽ ആരെല്ലാം എതിർത്താലും ഇസ്ലാം അത് ശരിയാണെന്നുള്ളൊരു ആത്മവിശ്വാസം അത് അവരുടെ മനസ്സിൽ സൃഷ്ടിക്കലാണ്. ഇത്തരത്തിലൊരു ആത്മവിശ്വാസം അവരുടെ ജീവിതത്തിൽ അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ഏതൊരു വെല്ലുവിളി വരുമ്പോഴും അതിന് മറുപടി അത് ഇസ്ലാമിലുണ്ടാകും. ആ മറുപടിയെ ഞാൻ കണ്ടുപിടിച്ചാൽ മതി എന്നൊരു ചിന്താഗതിയിലേക്ക് അവർക്ക് മാറാൻ കഴിയും. ഇന്നിങ്ങനെ ഹോസ്റ്റലുകളിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വിദ്യാർത്ഥികൾ പല ഹോസ്റ്റൽ ലൈഫിൻ്റെ ജീവിതങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹോസ്റ്റലിൽ സ്വാഭാവികമായിട്ടും മുസ്ലിമുകളും അമുസ്ലിമുകളും പല ആശയധാരയിലുള്ള വിദ്യാർത്ഥികളും ഉണ്ടാവും. പല രാഷ്ട്രീയ പാർട്ടികളെയും പല സംഘടനകളെയും പല ആശയ ആദർശങ്ങളിലും ഉറച്ചു നിന്ന് അതിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. ഇവർക്കിടയിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ശരിക്കും ഇസ്ലാമിൻ്റെ പ്രബോധകരായ നാം കുറച്ചും കൂടിയും ഡെവലപ്ഡ് ആയിട്ട് ഇത്തരം ഹോസ്റ്റൽ ഏരിയകളിൽ നാം അല്ലെങ്കിൽ ഇത്തരം ക്യാമ്പസ് ഏരിയകളിൽ നാം ഉള്ളൊരു പള്ളി സ്ഥാപിക്കുന്നു. ആ പള്ളികളിൽ ഇത്തരം ഇസ്ലാമിക വിഷയങ്ങളിലെല്ലാം കൃത്യമായി മറുപടി നൽകാൻ കഴിയുന്ന, കുട്ടികളുമായി കൃത്യമായി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഇമാമിനെ സ്ഥാപിക്കുകയാണെന്ന് വിചാരിക്കുക. അവർക്കൊരു മെൻറ്റർ പോലെ ഏതൊരു ആവശ്യങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് ഇദ്ദേഹത്തെ തേടി വരാം, ക്വസ്റ്റ്യനുകൾ ചോദിക്കാം, സംശയങ്ങൾ തീർക്കാം. ഇവരുടെ ജീവിതത്തിൽ ഒരു അല്ലലും മലത്തിലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായ വിഷയങ്ങളിൽ അവർക്ക് ചെറിയ നിമിഷങ്ങളിൽ പോലും ചെറിയ ചെറിയ ക്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ അത് വലിയ ഉപകാരപ്രദമായിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇതുപോലെ ജീവിച്ചു പോയ ഒരു മഹാരഥന്മാരും ഉണ്ടാവും. അതായത് ഇത്തരം പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് ജീവിതത്തിൽ ഇത് ജീവിത ലക്ഷ്യമാക്കി വിജയത്തെ ജീവിത ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ച ഒരുപാട് ആളുകളുണ്ടാവും. അവരുടെ ജീവിതങ്ങളെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്വന്തം കരിയറൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയങ്ങളിൽ പലരും ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പുതിയ ബിസിനസ്സുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇന്ന് പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ചിന്താധാര തന്നെ ഉണ്ട്. ലോണോ അല്ലെങ്കിൽ ഹറാമായ രീതിയിലുള്ള ഒരു ക്യാപിറ്റലിനെ ഇറക്കാതെ ഇന്ന് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് സാധ്യമാവില്ല എന്നുള്ളത്. എന്നാൽ ഇന്ന് പലരും ഈ കാര്യങ്ങളെല്ലാം പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വയനാടുകാരനായ PC ഗഫൂർ, അതുപോലെ തന്നെ അർബൻ ട്രാഷ് നമ്മുടെ SSFൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലുള്ള അദ്ദേഹമൊക്കെ, ഇവരൊക്കെ ഇന്നൊരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇസ്ലാമിക മൂല്യങ്ങളിലൂടെ മാത്രം നിലനിർത്തിക്കൊണ്ട് ഇന്ന് കോടികളുടെ ടേൺ ഓവറുള്ള കമ്പനികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കരിയറിലേക്ക് വരുന്ന ആളുകളിലേക്ക് ഇത്തരം ചിന്താഗതികൾ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ പോയാലും ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ നിങ്ങൾ എവിടെ മുറക്കെ പിടിച്ചാലും നിങ്ങൾക്ക് ശങ്കിക്കേണ്ടി വരില്ല എന്നുള്ള കൃത്യമായ മൂല്യബോധങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഇന്ന് സ്വാഭാവികമായിട്ടും നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. അതിനെ അവർ തന്നെ മറുപടി കണ്ടെത്തുന്ന രീതിയിലുള്ള ചില പദ്ധതികൾ നമുക്ക് രൂപപ്പെടുത്തിയാലോ? ഇപ്പോൾ നമ്മൾ പല പേപ്പർ പ്രസൻറ്റേഷനുകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഡിസ്കഷൻ കണ്ടിട്ടുണ്ട്. ഇത്തരം ഡിസ്കഷനുകളൊക്കെ ഇത്തരം വിദ്യാർത്ഥികളെ കൊണ്ടും അല്ലെങ്കിൽ ഇത്തരം കരിയർ ബിൽഡ് ചെയ്യുന്ന ആളുകളെ കൊണ്ടും തന്നെ നാം സംഘടിപ്പിക്കുക. അത് ക്യാമ്പസിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ സംഘടനകൾ കൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് മനോഹരമായിരിക്കും. അവർ പൂർണ്ണമായും ഈ വിഷയങ്ങളെ ഇസ്ലാമിക മൂല്യങ്ങളിലൂടെ പഠിക്കുകയാണ്. അവർ ലിബറലിസത്തെ എതിർക്കാണ്. അവർ മറ്റ് ആശയങ്ങളെ എതിർക്കാണ് ഇസ്ലാമിൻ്റെ മൂല്യങ്ങളിലൂടെ. അവരുടെ മനസ്സിൽ അത് കൊത്തിവെക്കപ്പെടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്.
ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പദ്ധതികളിലൂടെ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളിലെ അവരിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് യാതൊരു നിമിഷങ്ങളിലും ഒരു അലട്ടിലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത്, ഏതെങ്കിലും വിഷയങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ കാണുമ്പോൾ ഉടനെ തന്നെ പ്രതികരിക്കുക എന്നുള്ളൊരു ശേഷി അല്ലെങ്കിൽ ഒരു വിഷയം ഇന്നത്തെ യുവാക്കളിൽ കൂടുതലാണ്. എന്തൊരു വിഷയത്തെ കണ്ടാൽ അപ്പം തന്നെ അതിന് മറുപടി പറയണം, അല്ലെങ്കിൽ ഏതൊരു വിഷയത്തെ കണ്ടാൽ അതിനപ്പം തന്നെ നാം നിരാകരിക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. ഇത്തരം ചിന്താഗതികൾ നമുക്ക് മാറ്റാൻ കഴിയണം. ഏതൊരു വിഷയത്തെ കണ്ടാലും പഠിക്കുക, മനസ്സിലാക്കുക, ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുക, ഇസ്ലാമിക മൂല്യങ്ങൾക്ക് എതിരാണോ എന്ന് മനസ്സിലാക്കുക, ഇസ്ലാമിക മൂല്യങ്ങളെ പകരം കൊടുക്കാൻ മനസ്സിലാക്കാൻ കഴിയുക. ഇത്തരം മൂല്യവർത്തമാനങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജനങ്ങളെ, നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുന്ന യുവാക്കളെ നമുക്ക് നയിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇത്തരത്തിലെല്ലാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇസ്ലാമിന്റെ നോളജിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മറ്റെന്തെല്ലാം പ്രവർത്തികളെ കണ്ടാലും തൻ്റെ ഇസ്ലാം അത് ശരിയാണെന്നുള്ള ഒരു ആത്മവിശ്വാസം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, നമ്മുടെ വിദ്യാർത്ഥികൾ ഏത് മേഖലയിലെത്തിയാലും, നമ്മുടെ യുവാക്കൾ ഏത് മേഖലയിലെത്തിയാലും അവരടിപതറില്ല. നമുക്ക് അവരെ ധൈര്യമായി എവിടേക്കും അയച്ചുവിടാൻ കഴിയും എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.